ശാന്തികൃഷ്ണ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മുതിർന്ന നടിയാണ്. നല്ല കഥാപാത്രങ്ങൾ കിട്ടിയ നല്ല മനോഹരമായി അഭിനയിക്കുന്ന നല്ലൊരു നടിയാണ് ശാന്തികൃഷ്ണ. പക്ഷേ ശാന്തികൃഷ്ണയുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും അതുപോലെ തന്നെ ശാന്തികൃഷ്ണൻ വിചാരിച്ച ഒരു കുടുംബജീവിതം ശാന്തികൃഷ്ണയ്ക്ക് കിട്ടിയില്ല. തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ശാന്തികൃഷ്ണൻ. എല്ലാം തുറന്നു പറയും. അതിൽ ശാന്തികൃഷ്ണൻ മടി കാണിക്കാറില്ല. പല ദുഃഖങ്ങളും പല മറച്ചു വയ്ക്കുമ്പോൾ ശാന്തികൃഷ്ണയുടെ മനസ്സിലുള്ളത് ശാന്തികൃഷ്ണ തുറന്നു പറയും. അതൊരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ദുഃഖങ്ങൾ മറച്ചു വയ്ക്കും. അപ്പോൾ സിനിമയിലെ സൂപ്പർ കഥാപാത്രങ്ങൾ കിട്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ശാന്തികൃഷ്ണ വിവാഹം കഴിക്കുന്നത്. ശ്രീനാഥുമായിട്ട് 12 കൊല്ലത്തെ ദാമ്പത്യം. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. ശാന്തികൃഷ്ണ അഭിനയം നിർത്തിയില്ല, ശ്രീനാഥ് അഭിനയം നിർത്തിയില്ല. ഒരുമിച്ച് അഭിനയിച്ചിട്ടാണ് ഇവർ പ്രേമമായത്. അങ്ങനെ ശ്രീനാഥ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരനാണ്. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. അത്രയും നല്ലൊരു സുന്ദരനായിരുന്നു. ശാന്തികൃഷ്ണൻ നല്ല കൊലുന്നനെയുള്ള അവരുടെ കൂടെ ഒരുപാട് പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ട് പ്രേമമായി. നമ്മളവരെ തമ്മിൽ കല്യാണം കഴിച്ചപ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. നമ്മൾ നല്ല ഇഷ്ടപ്പെട്ട ഒരു ജോഡിയായിരുന്നു. അങ്ങനെ 12 കൊല്ലം ജീവിച്ചു. തുടക്കത്തിലൊക്കെ ഒരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ വേർപിരിഞ്ഞു. ശ്രീനാഥിന് കുട്ടികളുണ്ടായില്ല ഇവർക്ക്. പക്ഷേ ഈ വേർപിരിയലിൻ്റെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തികൃഷ്ണയുടെ ഒരു കുറ്റം കൊണ്ടല്ല ഈ സംഭവം ഉണ്ടായത്. ഇത് വേർപിരിയൽ ശരിക്കും പറഞ്ഞാൽ ശ്രീനാഥിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധി വരെ എത്രയും നന്നായി ജീവിക്കാനും കുട്ടികളുണ്ടായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കാനാണ് ശാന്തികൃഷ്ണയുടെ മനസ്സിൽ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ് ശ്രീനാഥിൻ്റെ പെരുമാറ്റമായിരുന്നത്. ഒരുപാട് മദ്യപാനം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ശ്രീനാഥിനുണ്ടായിരുന്നു. ഒരുപാട് കൂട്ടുകെട്ടുകൾ, അങ്ങനെ ഒരുപാട് നിർത്താനും അതുപോലെ കൂട്ടുകെട്ട് നിർത്താനും ഇനിയിപ്പോൾ സിനിമ തന്നെ ഇല്ലാണെങ്കിൽ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കൂട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലും വേണ്ടാന്ന് വയ്ക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ ശ്രീനാഥ് നമ്മുടെ പറയണമൊന്നും കേൾക്കില്ല. ശാന്തികൃഷ്ണൻ പറയണതൊന്നും ഒക്കെ ഈ ചെടിയോട് കെട്ട് മറിചോടിയോട് വിടുക പതിവ്. അങ്ങനെയാണ് ആ ദാമ്പത്യം വേർപിരിഞ്ഞത്. പിന്നെയാണ് ഒരു ബിസിനസ്സുകാരനായ സദാശിവൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വിവാഹം കഴിച്ചു. അത് ഒരു നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. അങ്ങനെ ആ ജീവിതത്തിലും നല്ല രീതിയിൽ ജീവിച്ചു പോവാം എന്ന് ശാന്തികൃഷ്ണ വ്യാമോഹം ഉണ്ടായി. പക്ഷെ നടന്നില്ല. 2 കുട്ടികളുണ്ടായി. 8 വർഷത്തിന് ശേഷം ആ വിവാഹബന്ധം വേർപെട്ടു. ഇതും ശാന്തികൃഷ്ണയുടെ കുറ്റമല്ല. അതും ശാന്തികൃഷ്ണ അതിൽ നിരപരാധിയാണ്. അതിലും അവരുടേതായുള്ള ബന്ധങ്ങളിൽ എന്തൊക്കെ വിള്ളലുണ്ടായി എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കത് എന്തെങ്കിലും കാര്യമായുള്ള കാരണങ്ങളില്ലാണ്ട് ശാന്തികൃഷ്ണ ആ ബന്ധം ഉപേക്ഷിക്കില്ല. അപ്പോൾ ശാന്തികൃഷ്ണ പറഞ്ഞ വെച്ചാൽ താൻ ആഗ്രഹിച്ച ഒരു ബന്ധം നമുക്ക് ജീവിതത്തിൽ കിട്ടിയില്ല. താൻ ആഗ്രഹിച്ച പല കഥാപാത്രങ്ങളും നമ്മളെ തേടി വന്നു. നമ്മളത് മനോഹരമാക്കി അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുടുംബജീവിതത്തിൽ നമുക്ക് എന്നും പരാജയമാണ് ഉണ്ടായത്. ഇപ്പോഴും ശാന്തികൃഷ്ണ വളരെ ഇൻവോൾവാണ് സിനിമയിലായാലും സീരിയലിലായാലും. പക്ഷേ അതൊക്കെ ഒരുപാട് മനസ്സിൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റിവെക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ് സിനിമാ ലോകത്തിനെ കാണുന്നത്. അതുകൊണ്ട് കാശിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ശാന്തികൃഷ്ണൻ എപ്പോഴും പറയണത് എന്താ, ഞാൻ ആഗ്രഹിച്ചത് ഈ ജീവിതമല്ല. എനിക്ക് നല്ലൊരു കുടുംബിനിയായിട്ട് കുട്ടികളുടെ കൂടെ അതുപോലെ നല്ലൊരു ഭർത്താവിൻ്റെ കൂടെ എനിക്ക് ജീവിക്കുന്നത് വലിയ ആഗ്രഹമായിരുന്നു. അത് നടന്നില്ല. അതുപോലെ തന്നെ ശാന്തികൃഷ്ണ ശ്രീനാഥ് കല്യാണം കഴിച്ചില്ലെങ്കിൽ ശാന്തികൃഷ്ണയുടെ ജീവിതം വേറെ ലെവലിൽ ചിലപ്പോൾ മാറിപ്പോയേനെ. ഇതുപോലെ തന്നെയല്ലേ ശ്രീനാഥിൻ്റെ മരണം ഉണ്ടായത്. അത് ഈ ശാന്തികൃഷ്ണനോടൊക്കെ ചെയ്തുള്ള ഒരു ശാപമായിരിക്കാം ശ്രീനാഥിന് ഇങ്ങനെ മരിക്കേണ്ട വന്നത്. ശ്രീനാഥിന് ഒരു കാരണമില്ലാണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ ആത്മഹത്യ ചെയ്തതാണോ അത് ആ മരണത്തെക്കുറിച്ച് ഇപ്പോഴും ദുരൂഹത തുടരണം. നമ്മളതിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ദ്രോഹങ്ങളും വിഷമങ്ങളും ആരെങ്കിലും ദ്രോഹിച്ചാലും കുശുമ്പ് പറഞ്ഞാലും മറ്റുള്ള കാര്യങ്ങളും ഈ ഭൂമിയിൽ തന്നെ നമ്മളിതൊക്കെ അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് നമ്മൾ പോകും. സ്വർഗവും നരകവും എന്ന് പറഞ്ഞത് വെറും മിഥ്യയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മുടെ സ്വർഗവും നരകവും എല്ലാം ഭൂമിയിൽ തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും നമുക്ക് പറയാനുള്ളൂ. പാവം ശാന്തികൃഷ്ണൻ.